ഹായ് ഹലോ നമസ്തേ വെൽക്കം ബാക്ക് ടു ദ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് അവർ ചാനൽ. സോ ഇന്നത്തേത് ഒരു Q&A പാർട്ട് 2 ആണ്. സോ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ കമൻസിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്ത പാർട്ടാണ് Q&A. സോ ഇത് ചോദിച്ച എല്ലാവരോടും വലിയൊരു സോറി, കാരണം ഒത്തിരി ലേറ്റായി എന്നറിയാം ഈ വീഡിയോ വരാൻ വേണ്ടിയിട്ട്. അത് എടുക്കാൻ ഭയങ്കര മടിയാണ്. ബേസിക്കലി നല്ല മഴയൊക്കെയാണല്ലോ, സോ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയാണ്. പിന്നെ സമയവും കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് സിറ്റുവേഷൻ. സോ അതുകൊണ്ടൊക്കെയാണ് ഇത് ഇത്രയും ലേറ്റായത്. എന്തായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. നെയ്ബർ സ്യൂട്ട് കോസ്റ്റ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്യൂട്ട് റൂം ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അവിടെ നോർമൽ റൂംസിൽ വരുന്നത് 35,000 ആയിരുന്നു. നോർമൽ ഡെലിവറി ആണെങ്കിൽ ഉള്ള ഇതിന് വരുന്നത് 35,000 ആയിരുന്നു. ഇതിന് എക്സ്ട്രാ ഒരു 15,000 കൂടെ ആയിരുന്നു വരുന്നത്. ടോട്ടൽ 50,000 ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതെനിക്ക് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഹോസ്പിറ്റൽ അതിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി നല്ല റീസണബിൾ ആയിട്ട് തന്നെയായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിൻ്റെ അകത്ത് നമ്മുടെ മെഡിസിൻസും ബാക്കി ഇഞ്ചക്ഷൻ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. അതേപോലെ തന്നെ ഫുഡും പേഷ്യൻറ്റിനെയും ഒരു ബൈസ്റ്റാൻഡറിനെയും ഫുഡ് ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരുന്നു. പിന്നെ നമുക്കൊരു എക്സ്ട്രാ 10,000 കൂടെ ആയിട്ടുണ്ടായിരുന്നു. കാരണം കുഞ്ഞിനെ ഒരു ദിവസം നമ്മൾ NICU കിടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കോസ്റ്റായിട്ട് 10,000 കൂടെ ആയിട്ടുണ്ടായിരുന്നു. സോ ടോട്ടൽ നമുക്ക് അവിടുത്തെ ബില്ല് വന്നിട്ടുണ്ടായിരുന്നു അറൗണ്ട് 60 ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ റീസണബിൾ ആയിട്ട് അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്ത എല്ലാ ഫെസിലിറ്റീസും വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് നല്ല റീസണബിൾ ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ല എല്ലാം കൊണ്ടും എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഒരു ഹോസ്പിറ്റൽ. റൂംസൊക്കെ വളരെ ക്ലീൻ ആയിരുന്നു. ഡോക്ടേഴ്സിൻ്റെ ബാക്കി നഴ്സസിൻ്റെയും എല്ലാവരുടെയും നമ്മളോടുള്ള ഒരു അപ്രോച്ചൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. സോ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആ ഒരു ഹോസ്പിറ്റലിൽ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് റേറ്റ് ഇത്രയായിരുന്നു ആയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. 35 ആണ് നോർമൽ ഡെലിവറിക്ക്. എക്സ്ട്രാ 15 കൂടെ ഞാൻ പേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് വേണ്ടിയിട്ട്. വീട്ടിലെത്തിയിട്ട് ചെയ്ത കാര്യങ്ങളെന്ന് ചോദിച്ചാൽ ഞങ്ങളൊരു മെയ്ഡിനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ എന്നെ കുളിപ്പിക്കാനും കുഞ്ഞിനെ കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരു ചേച്ചി വരുന്നുണ്ടായിരുന്നു. ആ ചേച്ചി വേദ് കുളി എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് ഇതിന് ശേഷമുള്ള കുളി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഡെലിവറിക്ക് ശേഷമുള്ള. സോ അത് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു പുള്ളിക്കാരിയുടെ കാര്യത്തിൽ. കാരണം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള അതൊക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആയിരുന്നു. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, എണ്ണയൊക്കെ തേച്ച് നമുക്ക് നല്ലോണം തേച്ച് കുറേ നേരം നിർത്തിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ലൈക്ക് ഈ ചേച്ചി അത്രയും ഒന്നും വന്നിട്ടൊരു 2 hours തന്നെ ഇല്ല, പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പണി തീർത്തിട്ട് പോകുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ 5 ദിവസം വേദക്കുളി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നാൽപ്പാമരാതി എന്തോ സംഭവമൊക്കെ വെച്ചിട്ട് അതൊക്കെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുളിപ്പിക്കുകയും അങ്ങനത്തെയൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞത് ഇങ്ങനെ എണ്ണ കുഴമ്പ് ഒക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്ത് അതൊക്കെ നല്ലോണം ദേഹത്ത് തേച്ച് തരുമായിരുന്നു. അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫോഴ്സ്ഫുള്ളി കുറേ നേരം അങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ലൈക്ക് നമുക്ക് ആ ഒരു ഇതൊക്കെ തേച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചേറെ നേരം അങ്ങനെ നിൽക്കാൻ തോന്നുമായിരുന്നു. സോ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ മഞ്ഞൾ ഇട്ടിട്ട് കുളിക്കുമായിരുന്നു. അതൊക്കെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എനിക്ക്. പിന്നെ ആ ചേച്ചി ഒരു സാരിയുടെ അല്ല എന്തോ ഒരു തുണി വെച്ചിട്ട് നമ്മുടെ വയറിൽ നല്ലോണം കെട്ടിത്തരുമായിരുന്നു. പക്ഷെ അതെനിക്ക് അത്രയും എഫക്റ്റീവായിട്ട് തോന്നിയില്ല. നമ്മുടെ വയറൊക്കെ അതിന് ശേഷം നല്ല രീതിയിൽ വലിച്ച് ചെയ്ത് നിൽക്കുമല്ലോ. സോ അത് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം കെട്ടി വെക്കുമായിരുന്നു. പക്ഷേ അതിലെനിക്ക് അത്രയും അങ്ങനെ എഫക്റ്റീവായിട്ട് തോന്നിയില്ല. സോ അതിന് ശേഷം ഞാൻ വേറൊരു ബെൽറ്റ് ആമസോണിൽ നിന്ന് മറ്റോ വാങ്ങിയിട്ട് അതായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറേയും കൂടെ എഫക്റ്റീവായിരുന്നു. പിന്നെ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? പിന്നെ കുഞ്ഞിനെ അങ്ങനെ വലിയ സംഭവമായിട്ട് കുളിപ്പിക്കേണ്ടെന്ന് ആദ്യം ഞങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒത്തിരി നമ്മൾ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് കാണിക്കുന്നുണ്ടല്ലോ, അത്രയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കുളിപ്പിച്ചിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവന് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ലൈക്ക് എണ്ണ അത്രയും നല്ല അല്ലാന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് എണ്ണ വെച്ചിട്ടുള്ള അധികം മസാജൊന്നും അവന് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് അത്രയും ചെയ്തിട്ടില്ല. മെയിൻ ഇത് തന്നെയായിരുന്നു. നമുക്കൊരു 28 days വരെ, കുഞ്ഞിൻ്റെ 28ൻ്റെ അന്ന് വരെ ആ ചേച്ചി വന്നിട്ട് എനിക്കും കുഞ്ഞിനുള്ള ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. തലയിലൊക്കെ നല്ലോണം എണ്ണ പരത്തി തരുമായിരുന്നു. എണ്ണ പരത്തി മസാജൊക്കെ ഞാൻ തന്നെ ചെയ്യും, പക്ഷേ ബാക്കി അതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ഈ സ്ട്രെച്ച് മാർക്കും സംഭവങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രീം അതെനിക്ക് ആദ്യത്തെ 3rd month തന്നെ എനിക്ക് അവിടെ നിന്ന് ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അത് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാതെ എനിക്ക് വേറെ അങ്ങനത്തെ മെഡിസിൻസ് ഒന്നും കഴിക്കാനില്ലായിരുന്നു. പിന്നെ
എനിക്ക് തോന്നുന്നു ഒരു 1 മന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു മെഡിസിനും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങനെ ആയുർവേദം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്തൊക്കെയോ കുറച്ച് അതെന്തൊക്കെയായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല, എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. കഷായവും ചവനപ്രാശമൊക്കെ പോലത്തെ ചില സാധനങ്ങൾ. അതിലെ ഈ കഷായമൊന്നും എനിക്ക് തീരെ ഇഷ്ടം, എനിക്ക് അരിഷ്ടത്തിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടമാണ്, പക്ഷേ കഷായമൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് ദിവസം കണ്ടേ കുടിച്ചിട്ടുള്ളായിരുന്നു. അത് ഇതൊക്കെ ഈ പറയുന്ന പോലെ നമ്മുടെ അടുത്ത് ആദ്യം ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വേറെ മെഡിസിൻസ് ഒന്നും എടുത്ത് കഴിക്കരുത്, കാരണം കുഞ്ഞിന് ഇതെല്ലാം പാലിൽ കൂടെ കിട്ടുന്നതാണല്ലോ. സോ അങ്ങനത്തെ വേണ്ടാത്ത സംഭവങ്ങളൊന്നും കഴിക്കരുത് എന്ന് എൻ്റെ അടുത്ത് ഡോക്ടർ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്കതൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ പിന്നെ ഒരു 1 മന്തൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നമ്മുടെ അടുത്ത് നാട്ടുകാരൊക്കെ ചോദിച്ചു പോകുന്നില്ല, അതൊന്നും കുടിക്കുന്നില്ല, അതൊക്കെ കുടിക്കണം, ഡോക്ടേഴ്സ് അങ്ങനെ പലതും പറയും, പക്ഷേ ഇതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഫോഴ്സ് ചെയ്ത് അമ്മയും ഒക്കെ അപ്പോഴത്തേക്ക് എന്തെങ്കിലും കുടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് കുറച്ച് നാൾ അരിഷ്ടവും ലേഹ്യവും അങ്ങനത്തെയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അരിഷ്ടമല്ല, സോറി, കഷായവും ലേഹ്യവും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അധികം നാളൊന്നുമില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ വന്നിട്ടെന്നല്ല, ലൈക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞൂസ് പാല് സക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് നല്ല രീതിയിൽ നമ്മുടെ നിപ്പിളിന് നല്ല പെയിൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് സക്ക് ചെയ്യുമ്പോഴത്തേക്ക്. സോ അത് കാരണം അവിടുന്ന് തന്നെ നമുക്ക് നിപ്പ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീം തന്നിട്ടുണ്ടായിരുന്നു. ഓരോ തവണയും പാല് കൊടുത്തതിന് ശേഷം അവിടെ നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. സോ അവിടെ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ചിട്ടൊക്കെ ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യും, അങ്ങനെ വിടുമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനത് കോട്ടണിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ അങ്ങനെ വല്ലതും ആക്കി അത് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഞാൻ അവിടെ വെക്കുമായിരുന്നു. സോ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് അത് നല്ല പെയിൻഫുള്ളായിരുന്നു എൻ്റെ ആദ്യം കുറച്ച് നാളൊക്കെ സക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സംഭവം. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് കുറച്ച് നാളെന്നല്ല, പിന്നെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ നിപ്പിൾ ഷീൽഡ് യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു സിലിക്കണിൻ്റെ ഒരു സംഭവമാണ് നിപ്പിൾ ഷീൽഡ് എന്ന്. ഞാൻ അടിച്ചു നോക്കിയാൽ അതിൻ്റെ ഇമേജസ് കാണും. സോ അത് നമുക്ക് ലൈക്ക് അവിടെ വെച്ചിട്ട് ഇവർക്ക് പാല് കൊടുക്കാം. അപ്പോൾ ഇവർ എങ്ങാനും സക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് കടിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പെയിന് തോന്നത്തില്ല. പക്ഷെ അത് ഓരോ തവണയും നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം എടുത്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് വെക്കണം, എന്നാലേ നമുക്ക് അടുത്ത ടൈം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അത് ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 മന്ത്സ് വരെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിപ്പിൾ ഷീൽഡ്. പേടിയായിരുന്നു എനിക്ക് ശരിക്കും. ഞാൻ ആദ്യത്തെ കുറച്ച് നാൾ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഡോക്ടർ ആ സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു അത് എനിക്ക് അങ്ങനത്തെ ഒരു പേടിയോടാണ് ഞാൻ പാൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിനെ എഫക്റ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു പേടിയിൽ പാൽ കൊടുക്കാൻ പാടില്ല പറഞ്ഞു. സോ അങ്ങനെ നമ്മൾ പിന്നെ നിപ്പിൾ ഷീൽഡ് വെച്ചിട്ട് തന്നെയായിരുന്നു ഒരു 3 മന്ത്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ട് പിന്നെ കൊടുക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ലായിരുന്നു. സോ ഈ നിപ്പ് കെയർ, നിപ്പിൾ ഷീൽഡ് ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം. യെസ്, അതൊക്കെ അത്രയൊക്കെ ഉള്ളായിരുന്നു ചെയ്യുന്നത്. ഇതിന് ശേഷം ഡെലിവറിക്ക് ശേഷം എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രയൊക്കെ തന്നെയായിരുന്നു. പിന്നെ കൂടുതൽ സമയം നമ്മൾ കിടക്കുക തന്നെ വേണം. ഒത്തിരി വിസിറ്റേഴ്സ് ആ സമയത്ത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും കുഞ്ഞുങ്ങളെ കാണാനൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എപ്പോഴും ചാടി എണീറ്റ് നടക്കുകയും അങ്ങനെയൊന്നും ചെയ്ത് ഞാൻ കുറച്ചൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പിന്നീട് നമുക്ക് ഭാവിയിൽ കുറച്ച് നടുവേദനയും പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് മാക്സിമം നമ്മൾ അങ്ങനെ കിടക്കുക. അത് വരുന്നവർക്കും മനസ്സിലാവും, നിങ്ങളും അത് മനസ്സിലാക്കി ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ല, എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആദ്യം എനിക്കൊരു ട്യൂബായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. ഐ മീൻ ഡെലിവറിക്ക് ശേഷം ആദ്യം പോകാൻ വേണ്ടിയിട്ട് ട്യൂബായിരുന്നു. അതും അത്രയ്ക്ക് എനിക്ക് പെയിൻഫുള്ളായിട്ട് പെയിൻ അല്ല, ഒരു ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇങ്ങനെ യൂറിൻ പോകാൻ അങ്ങനെ പെയിനൊന്നും എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നും താങ്ക്ഫുള്ളി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു പിന്നീട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ സൊല്യൂഷൻസ് ലൈക്ക് ഈ ഗ്യാസും സംഭവങ്ങളൊക്കെ ഫോം ചെയ്യുന്നതിൻ്റെ ആ ഒരു സമയമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഈ അയൺ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലായിരുന്നു അത്. കോൺസ്റ്റിപ്പേഷനായിട്ട് അങ്ങനെ പ്രശ്നമില്ല. അന്ന് എനിക്കെല്ലാം ഈ ഗ്യാസിൻ്റെയും ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമായിട്ടായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ ഫുഡ് കറക്റ്റായിട്ട് ഒരു 2 hours അല്ലെങ്കിൽ 3 hours ഗ്യാപ്പിൽ കറക്റ്റായിട്ട് എന്തെങ്കിലും ഫുഡ് അകത്തേക്ക് ചെല്ലുക, ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കുക, വെള്ളം കുടിക്കുക. പിന്നെ സൊല്യൂഷൻ ചോദിച്ചാൽ എനിക്ക് അത്രയ്ക്ക് എഫക്റ്റീവ്, ഐ മീൻ കുറച്ചൊരു എഫക്റ്റ് വരുന്ന സംഭവങ്ങളാണ് ജീരകം പൊടിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുക. ഐ മീൻ അതൊന്ന് വറുത്തിട്ട് അതിൽ വെള്ളം ആഡ് ചെയ്തിട്ട് അത് കുടിക്കുക. പിന്നെ മഹാധന്വന്തരം എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക, അതൊക്കെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രൈറ്റിസിന് കുറച്ച് എഫക്റ്റീവ് ആയിരുന്നു. കോൺസ്റ്റിപ്പേഷനായിട്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നം വന്നിട്ടില്ല. അയൺ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ പലർക്കും അങ്ങനെ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനത്തെ വലിയ ഇഷ്യൂസ് എനിക്ക് ഇല്ലായിരുന്നു. വലിയ എന്നല്ല, എനിക്ക് അങ്ങനത്തെ കോൺസ്റ്റിപ്പേഷൻ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല.
അത് എൻ്റെ ഇതിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാനങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ പെയിനും സ്വെല്ലിങ്ങും ഒന്നും എനിക്കങ്ങനെ വലുതായിട്ടുണ്ടായില്ല. ഞാൻ ആകെക്കൂടി ആ സ്റ്റിച്ചിൻ്റെ കാര്യം മാത്രമേ ഉള്ളായിരുന്നു ഒരു കൺസേൺ ആയിട്ട്. അതും എനിക്ക് പെയിനൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരു സംഭവം നമുക്ക് ലൈക്ക് അത് തൊടുമ്പോൾ ആ ഒരു ഫീൽ കിട്ടില്ല, അത് മാത്രം. അല്ലാതെ വേറെ എനിക്ക് വെജൈനൽ ഡെലിവറിക്ക് ശേഷം അത് ഒബ്വിയസ്ലി കുറച്ചും കൂടെ ഒന്ന് വൈഡൻ ആയിട്ടുണ്ടാവും, കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും അത്രയും ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് അത് എപ്പം അങ്ങനെ തിരിച്ച് പഴയ പോലെ എപ്പോൾ ആയി, എങ്ങനെ ഹീലായി, അങ്ങനത്തെ അതൊന്നും ഞാനങ്ങനെ കൂടുതൽ നോട്ടീസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയിട്ട്. വെജൈനൽ ഡ്രൈനെസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അതും ഒന്നും ഈ പറയുന്ന പോലെ ഞാൻ കൂടുതൽ കൺസേൺഡ് ആവാത്തതുകൊണ്ടാണ് ഞാനങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. പിന്നെ കംപ്ലീറ്റ് നോർമൽ ആകാൻ എത്ര ഡേയ്സ് എടുത്തു എന്ന് ചോദിച്ചാൽ അതും ഈ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ബേസിസിലൊന്നും എനിക്ക് അറിയില്ല പറയാനായിട്ട്. എനിക്കങ്ങനെ പെയിനും ഭയങ്കരമായിട്ടില്ലായിരുന്നു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ പുറകെ, പിന്നെ നമ്മൾ വേറൊരു മൂഡിലേക്ക് ആവുമല്ലോ കുഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക്, അങ്ങനെ അതിൻ്റെ പുറകിലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ കംപ്ലീറ്റ് നോർമലാവാൻ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ച് ഒരു 3 വീക്സ് ആയതിനു ശേഷവും അത് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് ഞാൻ ഗൂഗിൾ ചെയ്ത സമയത്ത് ഒരു 2 വീക്സിനുള്ളിൽ ആ സ്റ്റിച്ചെല്ലാം ഓട്ടോമാറ്റിക്കലി പോവേണ്ടതാണെന്ന് കണ്ടു. അതങ്ങനെ പോവാത്തതുകൊണ്ട് മാത്രം ഞാൻ ഡോക്ടറിനെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ അങ്ങനത്തെ പെയിനും സംഭവങ്ങളൊന്നുമില്ല. ബാക്ക് ടു നോർമൽ എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ഞാൻ ആദ്യം പോലെ നിന്നിട്ടുണ്ടായിരുന്നത്. ക്ഷീണം ഉണ്ടായിരുന്നു, അത് ലൈക്ക് ബിഫോർ ഡെലിവറി പ്രഗ്നൻസിക്ക് തുടങ്ങിയപ്പോൾ മുതലേ എനിക്ക് ആ ഒരു കുറച്ചേറെ നേരം നിൽക്കുമ്പോഴത്തേക്ക് അങ്ങ് ടയേർഡാവും, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അത് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നൊരു 1 to 2 months ഒക്കെ എടുത്തു അതൊന്ന് നോർമൽ ആവാൻ വേണ്ടിയിട്ട്. അതല്ലാതെ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പിന്നെ ഇൻഫെക്ഷനും ആക്ച്വലി എനിക്കില്ലായിരുന്നു. ഇൻഫെക്ഷൻ്റെ പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. എനിക്കെല്ലാം അവിടെ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായിരുന്ന സംഭവങ്ങൾ അവിടെ നിന്ന് തന്നെ ഓൾമോസ്റ്റ് എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തന്നെ അവർ കുറച്ച് ഓയിൻമെൻറ്റ്സും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ. ആ ഒരു ഡെലിവറിക്ക് ശേഷം ഒരു 2 days അവിടെ കിടന്ന സമയത്ത് അവിടുത്തെ സ്റ്റിച്ചിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓയിൻമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ യെസ്, അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ചെറിയൊരു Q&A ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്തായാലും ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുന്നതാണ്. ലൈക്ക് ഞാൻ ഇതിനെപ്പറ്റി ഒത്തിരി സ്റ്റഡി ചെയ്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അറിഞ്ഞിട്ട് പറയുന്നതല്ല. എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയ Q&A വീഡിയോ. വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ടു കമൻറ്റ്. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ അങ്ങനെ തരാം. So yes, അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.